ഹായ് ഫ്രണ്ട്സ്, ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഓർഗനൈസിങ് ടിപ്സ് ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ടോൾ ഡ്രോ ആണ് കേട്ടോ. ഡ്രോ എന്ന് വെച്ചാൽ ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. എനിക്ക് ഇഷ്ടമായി വാങ്ങിയതാണ്. എൻ്റെ കബഡിൽ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതാണ് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് കിടക്കാം. ഒരു ടോളായിട്ടിരിക്കുന്നത് ഞാനൊരു 3 പീസാണ് ഇങ്ങനെ ഒരു പീസാക്കി വെച്ചേക്കുന്നത് കേട്ടോ. സ്പേസ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒന്നിനും മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കുന്നതിന് ലേബിളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ലേബിൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അതുപോലെ തന്നെ ധൃതിയിൽ ചെന്ന് എടുക്കുമ്പോൾ എന്താണ് വേണ്ടത് പെട്ടെന്ന് കാണാനും പറ്റുന്നുണ്ട്. ഈ ഒരു ടിപ്പ് ആൻഡ് ട്രിക്ക് നിങ്ങൾ കൂടി ചെയ്ത് നോക്കാൻ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ സാധനം കണ്ടുപിടിക്കാനും സൂക്ഷിക്കാനും കഴിയാവുന്നതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഇതുപോലത്തെ ഒരു ഡ്രോയാണത്. അപ്പം ഞാൻ ഇതിനെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ന്യൂ ബ്രാസ് എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബ്രാ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. ബ്രായും അതിൻ്റെ പാൻറ്റീസും കൂടെ നമുക്ക് സെറ്റാക്കി വെച്ചേക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കില്ലേ, ബ്രാ വാങ്ങുമ്പോൾ നമുക്കൊത്തിരി ബാക്കൊക്കെ ഒന്ന് ലൂസായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ബ്രാ എക്സ്റ്റൻഷൻസ് കിട്ടും കേട്ടോ വാങ്ങാൻ. ഓൺലൈനിൽ ആമസോണിലൊക്കെ കിട്ടും. 3 ഹുക്സ് ഉള്ളതും 2 ഹുക്സ് ഉള്ളതും എല്ലാം കിട്ടും. കാരണം പലർക്കും പല അസ്വസ്ഥതകളാണ് അല്ലേ ചില ടൈമിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് യോജ്യമായ തന്നെ എക്സ്റ്റൻഷൻസ് വാങ്ങാൻ കിട്ടും. സ്ട്രാപ്പ് കിട്ടും, അതുപോലെ തന്നെ ബാക്കിൽ യൂസ് ചെയ്യുന്ന കിട്ടും. ബ്രാ ബാക്ക് എക്സ്റ്റൻഡേഴ്സാണ് കേട്ടോ. ഇത് 3 കളറിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ തന്നെ ബ്രായുടെ ബാക്കിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞില്ലയോ, ഇതിൽ ഞാൻ ന്യൂ ബ്രാസ് എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം ന്യൂ ബ്രാസ് എന്ന് എഴുതി വെച്ചേക്കുന്നത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും പഴയതാവുന്നതനുസരിച്ച് അതെടുത്ത് വീട്ടിൽ ഇടുകയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഞാൻ സെറ്റാക്കി വയ്ക്കും. ഇതൊരു ഓർഗനൈസിങ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ വേഗം എടുത്തിട്ടുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സൗകര്യപ്രദമായിരിക്കും ഞങ്ങൾ അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ കബഡിൻ്റെ അകത്ത് നമുക്ക് ബ്രായും പാൻറ്റീസും തൂക്കാനുള്ള സൗകര്യം എനിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വിങ്സും ഇതിൻ്റെ സ്ട്രാപ്സ് എല്ലാം അകത്ത് വയ്ക്കുക. ഇതിൻ്റെ പാൻറ്റീസ് കണ്ടോ ഇങ്ങനെ അങ്ങ് വയ്ക്കും. അപ്പോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് വേഗം ചെന്ന് എടുക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ, അത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബ്രാ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കബഡിലേക്ക്. കബഡിലല്ല, ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു കണ്ടെയ്നർ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ എല്ലാത്തിലും അതിൻ്റെതായ പാൻറ്റീസ് അകത്ത് വെച്ചിട്ടുണ്ട്. അകത്തിങ്ങനെ വയ്ക്കും, മടക്കി വയ്ക്കും. പിന്നെ അതിന് ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിലാണ് സൂക്ഷിച്ച് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രാസ് ഒന്നും ഡാമേജ് ആവില്ല. എല്ലാത്തിനും അതിൻ്റെതായ പാൻറ്റീസും കൂടെ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ പാൻറ്റീസ് കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സമയം ലാഭിക്കുകയും പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പോകാനും പറ്റും. നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. ബൈ, ടേക്ക് കെയർ.